ഹായ് കൂട്ടുകാരെ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നിമിഷമാണ് ഞാനിപ്പോൾ കാണിക്കാൻ വന്നത്. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഇതന്നെ എൻ്റെ കല്യാണ ആൽബമാണ്. ഈ നിൽക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളാണ്. ഇത് ചേട്ടത്തി. ഇതെൻ്റെ ഹസ്ബൻഡാണ്. ഇതുണ്ട്. ഈ ഒരു നിമിഷം വളരെ സന്തോഷകരമായൊരു നിമിഷമായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് ദുഃഖത്തിൻ്റെ ഒരു ദിവസങ്ങളായിരുന്നു. ഇത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മ, ഇത് എൻ്റെ അമ്മ, ഇതെൻ്റെ അച്ഛൻ. ഇപ്പോൾ എൻ്റെ പപ്പയില്ല, എൻ്റെ പപ്പ മരിച്ചുപോയി. പക്ഷെ ഇതിലൊരു പ്രത്യേകതയുണ്ട്. ഈ സാരി കെട്ടിയതും മേക്കപ്പ് ഇട്ടതും എല്ലാം ഞാൻ തന്നെയാണ്. വേറെ ആരും തന്നെ മേക്കപ്പ് ഇടാനൊന്നുള്ള സാമ്പത്തിക ശേഷിയോ ഒന്നും തന്നെ ഞങ്ങൾക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടെ ഉണ്ട്. നമുക്ക് വെളിയിൽ നിന്നുള്ള മേക്കപ്പ് ഒന്നും ഞാൻ താല്പര്യപ്പെട്ടില്ല. ഇതാണ് എൻ്റെ ഹസ്ബൻഡ്, ഇത് ഞാൻ. എൻ്റെ കല്യാണ ഫോട്ടോയാണ്. ഇത് എൻ്റെ അമ്മായിയമ്മ, ഇത് ഞാൻ. ഇത് എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനാണ്. ഇതെല്ലാം ഓക്കെ. ഇതെൻ്റെ അച്ഛൻ. അച്ഛൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോഴൊക്കെ വളരെ സന്തോഷമായിരുന്നു. എൻ്റെ അച്ഛൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ വളരെ സന്തോഷത്തിലായിരുന്നു. പക്ഷേ ഞങ്ങളെ വിട്ടിട്ട് എൻ്റെ ചേച്ചിയുടെ കൂടെ എന്ന് എൻ്റെ അച്ഛൻ പോയോ, അതോടുകൂടി എൻ്റെ അച്ഛൻ്റെ ജീവിതം അവിടെ അവസാനിച്ചു. കണ്ടോ, ഇതാണ് എൻ്റെ അമ്മായിയമ്മ. അന്നത്തെ താലി. ഇത് മാമനാണ് ഈ നിൽക്കുന്ന താലി എടുത്ത് കൊടുക്കുന്നത്. ഭർത്താവിന് ഫാദറില്ല, ഫാദർ മരിച്ചുപോയി. ഇതാണ്. അപ്പോൾ എൻ്റെ സന്തോഷമെല്ലാം അവസാനിച്ച നിമിഷങ്ങളായതൊക്കെ. പാവമാണ്, എല്ലാം ഓക്കെയാണെന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചിരുന്ന ഒരു നിമിഷം. ഇതാണ് ഭർത്താവിൻ്റെ പെങ്ങടെ, അതായത് ഈ പെങ്ങടെ ഭർത്താവ്. ഞാൻ തന്നെയാണ് മേക്കപ്പ് ഇട്ടത്. കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയണേ. എൻ്റെ പൊന്നു, ഈ ഹാരത്തിൻ്റെ ഈ സാരിയിൽ ഇങ്ങനെ തോന്നുന്നേ ഉള്ളൂ. ഞാനധികം വണ്ണമൊന്നുമില്ലായിരുന്നു കേട്ടോ. ഈ സാരി ആണെങ്കിൽ ഒന്നും കൂടെ ഒക്കെ ഒതുക്കി കെട്ടണ്ടായിരുന്നു. എനിക്ക് കൈക്ക് മാത്രം ഇച്ചിരി വണ്ണമുണ്ട്, ബാക്കി ശരീരത്തിന് അങ്ങനെ വണ്ണമില്ല. നല്ല വെയിറ്റായിരുന്നു ഈ ഹാരത്തിന്. നിവരാൻ പോലും വയ്യായിരുന്നു. ഞാൻ മറിഞ്ഞ് വീഴാൻ പോവായിരുന്നു. ബ്രൈഡ് ആൻഡ് ഗ്രോസ്. ഈ സാരി കെട്ടിയത് ഞാൻ തന്നെയാണ്. ആരും തന്നെ സഹായിക്കാനില്ലായിരുന്നു. സ്വന്തമായിട്ട് തന്നെയാണ് സാരി ഞാൻ കെട്ടിയിരിക്കുന്നത്. ഇത് എൻ്റെ അച്ഛൻ പെങ്ങളുടെ പെങ്ങളാണിത്. ഇത് അച്ഛൻ പെങ്ങൾ, ഇത് എൻ്റെ അച്ഛൻ പെങ്ങൾ, ഇതും എൻ്റെ അച്ഛൻ പെങ്ങൾ. ഇത് എൻ്റെ അച്ഛൻ പെങ്ങളുടെ മോള്, ഇത് അവരുടെ ഭർത്താവ്, ഇത് എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങൾ, ഇത് അവരുടെ, അതായത് പെങ്ങളുടെ ഭർത്താവും ഇളയ മകനും.
ഈ ചിരി കണ്ടോ നിങ്ങൾ? എല്ലാം തീർന്നു. കരിനീലക്കുരുവിയെ കണ്ടില്ല നീ, ചിരിമണി ചിലമ്പൽ കേട്ടില്ല നീ, പണ്ടേ എന്നോടൊന്നും മിണ്ടില്ല. ഇത് എൻ്റെ ഒരേ ഒരു ബ്രദർ. ഇത് ഒരേ ഒരു ബ്രദറല്ല, ഇതെൻ്റെ വല്യമ്മയുടെ മോൻ. പിന്നെ ഇതെൻ്റെ കുഞ്ഞമ്മയുടെ മോടെ ഭർത്താവ്. ഇത് എൻ്റെ ആങ്ങളയാണ്. ഇതെൻ്റെ കുഞ്ഞമ്മയുടെ മക്കളാണ്. ഇത് എൻ്റെ ഒരു കുഞ്ഞമ്മയുടെ മോന്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ചേട്ടത്തിയമ്മയാണ്. നീ തിന്നോ? മിണ്ടില്ലേ? എനിക്കൊരു ഉമ്മ ആരാങ്കിൽ ഞാൻ തിന്ന. എനിക്ക് വയറ് നഞ്ഞല്ലോ. ഇത് തിന്നോക്ക് നല്ല മതിയാ. ഇത് വേഗത്തുണ്ട്. സൂപ്പർ എൻ്റെ കുഞ്ഞൊന്നു. അപ്പോൾ എൻ്റെ ആൽബം ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.